ഹായ് എവ്രി വൺ, ഐ എം സൂര്യ. ഇന്നെനിക്ക് കൊല്ലം ശാസ്താംകോട്ടയിലാണ് വർക്ക്. ആൻഡ് ഇന്നത്തെ എൻ്റെ ബ്രൈഡ് ഇച്ചിരി ഡാർക്ക് സ്കിൻ ടോണുള്ള ആളാണ് ആൻഡ് അൺഈവനാണ് സ്കിന്ന്. സോ ഞാൻ വിചാരിച്ചു അൺഈവൻ സ്കിൻ എങ്ങനെ ഈവൺ ആക്കാം, എങ്ങനെ ഈവൺ ആക്കി മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്യാമെന്ന്. ഇതാണ് ബ്രൈഡ് അശ്വതി. അശ്വതിയുടെ സ്കിന്ന് ഡസ്കി ഡാർക്ക് സ്കിന്നാണ് ആൻഡ് അൺഈവനുമാണ്. കണ്ണിന് ചുറ്റും ചുണ്ടിന് ചുറ്റുമൊക്കെ പ്രത്യേകം ബ്ലാക്ക് കളറുണ്ട് ആൻഡ് നല്ല ഡ്രൈനെസ്സും ഉണ്ട്. സോ ഞാൻ ആദ്യം തന്നെ ഒരു ടോണർ കൊടുത്തു ആൻഡ് നല്ലൊരു മോയ്സ്ചറൈസർ അത്യാവശ്യം ഹെവി ആയിട്ട് കൊടുത്തു, ബിക്കോസ് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നായിരുന്നു. നെക്സ്റ്റ് ഞാൻ ഐബ്രോ ആണ് ചെയ്യുന്നത്. ഐബ്രോ ഞാനൊരു ഡാർക്ക് ബ്രൗൺ കളർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം ഉള്ള ഐബ്രോ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര തിക്കായിട്ടുള്ള ഐബ്രോ അല്ല, പക്ഷേ ഐബ്രോ ഉള്ളത് നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. സോ ഫ്രണ്ടിലൊന്നും അധികം ബ്ലാക്ക് കൊടുക്കാതെ നല്ല നീറ്റായിട്ടൊന്ന് ഐബ്രോ ചെയ്തു. എന്നിട്ടൊരു ലൈറ്റ് കളർ കൺസീലർ എടുത്തിട്ട് ഐബ്രോയുടെ താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഐബ്രോ ഒന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കും. അതിനുശേഷം അവളുടെ സെയിം സ്കിൻ ടോൺ കൺസീലർ പ്ലസ് ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഐലിഡിൽ അത്യാവശ്യം നല്ല ഡാർക്ക് കളർ ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് ഹൈഡ് ചെയ്ത് കൊടുത്തു. എന്നാലേ നമ്മൾ ചെയ്യുന്ന ഐ മേക്കപ്പ് നന്നായിട്ട് എടുത്ത് കാണിക്കത്തുള്ളൂ. എന്നിട്ട് പൗഡർ വെച്ചിട്ട് ഐയുടെ മേലെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുകയും ചെയ്തു. ഐ മേക്കപ്പ് ചെയ്തായിരുന്നു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാഷ് വയ്ക്കുന്ന അതായപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ക്യാമറ ഒന്ന് തിരിഞ്ഞു പോയിട്ട് വേറെ ഭാഗമൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തു ആൻഡ് ലാഷ് വെച്ചു. ഐ മേക്കപ്പിന് ശേഷമാണ് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതൊന്ന് സ്കിന്നിലോട്ടൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് ഐ മേക്കപ്പ് ചെയ്ത് അതിന് ശേഷം ഞാൻ പ്രൈമറിലോട്ട് വരുന്നത്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഡ്രൈ സ്കിന്നിന് പറ്റുന്ന ഒരു പ്രൈമറാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി അശ്വതിയുടെ ഫേസ് അത്യാവശ്യം നല്ല കറക്ഷൻ വേണ്ട ഒരു ഫേസാണ്. സോ ഞാൻ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് മെയിനായിട്ട് ഡാർക്ക്നെസ് കൂടുതലുള്ള സ്ഥലത്ത് നന്നായിട്ട് കൊടുത്തു. മെയിനായിട്ട് അപ്പർ ലിപ്പ്, കണ്ണിൻ്റെ താഴെയൊക്കെ ആയിരുന്നു നന്നായിട്ട് ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നത്. അവിടെ ചെറുതായിട്ടൊന്ന് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തു. അതിനുശേഷം അവളുടെ സ്കിൻ ടോണിനെക്കാട്ടിയും ഒരു ഷെയ്ഡ് ഡാർക്കായിട്ടുള്ള കൺസീലറും ഫേസ് മൊത്തം ഓറഞ്ച് കറക്റ്റർ കൊടുത്തതിൻ്റെ മുകളിലും അല്ലാതെ ഫേസിലെ ബാക്കി എല്ലാ സ്ഥലത്തും ഒന്ന് കൊടുത്തു. അവളെ ഷെയ്ഡിനെക്കാട്ടിയും ഒരു ഷെയ്ഡ് ഡാർക്കറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ കൊടുക്കാം. ഫൗണ്ടേഷൻ ഞാൻ സെയിം സ്കിൻ ടോണാണ് കൊടുത്തിട്ടുള്ളത്. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം സ്കിൻ ടോൺ ആവണം, ഭയങ്കര എടുത്ത് കാണിക്കരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ സെയിം സ്കിൻ ടോൺ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. ആൻഡ് ഫേസിൽ കൊടുത്ത അതേ ഫൗണ്ടേഷൻ തന്നെ നെക്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫേസും നെക്കും രണ്ടായിട്ട് തോന്നാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് ആൻഡ് ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. എനിക്ക് എപ്പോഴും ഒരു ബ്ലെൻഡിങ്ങിന് സ്പഞ്ചാണ് കുറച്ചും കൂടി ഇഷ്ടം. ആൻഡ് അത് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് വെറ്റാക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി നന്നായിട്ടത് സ്കിന്നിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഹൈലൈറ്റിംഗ് ഏരിയാസിൽ മാത്രം ഒരു ലൈറ്റർ ഷെയ്ഡ് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പൗഡർ വെച്ചിട്ട് ജസ്റ്റ് വെറ്റ് വരുന്ന ഏരിയാസിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. അതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതിനുശേഷം ഞാൻ നന്നായിട്ട് ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഹൈലൈറ്റർ കൊടുത്തു. പിന്നെ കോണ്ടോറിങ്ങിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഫേസും ഫീച്ചേഴ്സൊക്കെയാണ്. പിന്നെ നമ്മൾ ലിപ്പിലോട്ട് കടന്നു. ലിപ്പ് ആദ്യം നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. ആൻഡ് ഞങ്ങൾ ആദ്യം ഒരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. തലേ ദിവസം എനിക്ക് മേക്കപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കുറച്ച് ഡാർക്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവൾ വന്നപ്പോൾ തന്നെ പറഞ്ഞ് കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കണേ എന്ന്. അങ്ങനെ ലൈറ്റ് കൊടുത്തു. ആൻഡ് ലൈറ്റ് ലാസ്റ്റ് നമുക്ക് തോന്നി ലൈറ്റ് ഒട്ടും മാച്ച് അല്ലാന്ന്. ആൻഡ് ലാസ്റ്റ് നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റെഡിഷിലോട്ട്. ആൻഡ് ഇതായിരുന്നു അശ്വതിയുടെ ഫൈനൽ ലുക്ക്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്ക് നമ്മളിങ്ങനെയായിരുന്നു ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് ആപ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് അവൾ സാധാരണ ബ്രൈഡ്സിൻ്റെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് മുല്ലപ്പൂ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജിപ്സം പ്ലസ് ഒരു വയലറ്റ് കളർ ഫ്ലവറായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിഷ്ടപ്പെട്ടു, ചെയ്തെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു മനസ്സിലായിരുന്നു, ഞാൻ നല്ല ടെൻഷനാകുക. പക്ഷേ ഇത് എനിക്ക്
പരിശീലനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് കുട്ടി ഓവറാവോ എന്താവോ എല്ലാവരും അഭിപ്രായം പറയുന്നതൊക്കെ അല്ലേ അപ്പം. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഇഷ്ടപ്പെട്ടു.